ഇപ്പോൾ ഹാഷ്മി പറഞ്ഞു ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുപോലെ ശബരിമല വിഷയം പൊതുവിലും തന്നെ ഒരു വിഷയമാക്കാൻ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയമാക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന്. പക്ഷേ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ എന്താണ് പാർട്ടിയുടെ നിലപാടെന്നും എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. മാർച്ച് 23-ാം തീയതി നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം. ശബരിമല വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, LDF സർക്കാർ കൃത്യതയോടെയാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാവട്ടെ. ഹൈക്കോടതി അതേ നിലപാട് സ്വീകരിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു. സാധാരണ പ്രത്യേക അന്വേഷണ സംഘത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് എല്ലാ സഹകരണവും പൂർണ്ണമായി നൽകുന്ന നിലയുണ്ടായി. ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല. എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന തരത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത്. അതോടെ ആ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി. ഈ വാർത്തയുടെ പൂർണ്ണമായ വിവരങ്ങളുമായി വിപിൻ സി വിജയനുണ്ട്. ഹാഷ്മി നമ്മളോടൊപ്പം. വിപിൻ, അപ്പോൾ ഇന്ന് ഹൈക്കോടതിയിലേക്ക് അതെത്തി, ഹൈക്കോടതി തീർപ്പാക്കി. തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ചർച്ചയാകും എന്നതാണ് ചോദ്യം. വേണമെങ്കിൽ ഇന്ന് UDF-ന് വലിയ പ്രചരണം നടത്താവുന്നതാണ്. കാര്യമായ വെറുതെ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ നേരത്തെ അസിത പറയുന്നുണ്ട്, അജയ് തറയിൽ പറഞ്ഞൊരു കാര്യം. യഥാർത്ഥത്തിൽ അജയ് തറയിലാണ് ഇതൊരു ആയുധമാക്കാൻ കഴിയുമെന്ന ബോധം LDF-ന് കൊടുത്തത്. ഈ പറയുന്ന എന്താണ് ഈ ചെതലരിച്ചു പോയി എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതൊക്കെ അജയ് തറയിൽ പറഞ്ഞതാണ്. ഈ പറയുന്ന ഫിനിക്സ് ഗ്രൂപ്പിൽ നല്ല സ്വർണ്ണം വാങ്ങിയിട്ടില്ല എന്ന് അജയ് തറയിൽ ഒന്നും മനസ്സിലാക്കാതെ ഒന്നും അറിയാതെ പറഞ്ഞതാണ്. അതൊക്കെ എല്ലാ റിപ്പോർട്ട് വേറെ കാര്യം. വിപിൻ, ഇന്നത്തോടുകൂടി അത് ഈ ബാക്കി 10 ദിവസം നിൽക്കുന്ന ഇലക്ഷൻ പ്രചരണത്തിലേക്ക് ശബരിമല വീണ്ടും സജീവമാക്കാനുള്ള രംഗം തെളിയുകയാണോ? ഗുഡ് ഈവനിങ് ടീം. ഗുഡ് ഈവനിങ് അഷ്മി. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം തന്നെ ഉയർന്നു വന്നായിരുന്നു 2017-ൽ ഈ ഹൈക്കോടതിക്ക് മുൻപാകെ വന്നിട്ടുള്ള ഈ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നീട് അതിനുശേഷം അത് അന്വേഷിക്കുന്നു. ഇപ്പോൾ അതിൽ ഇന്ന് വന്നിട്ടുള്ള വിധി അത് പൂർണ്ണമായും UDF-ന് അനുകൂലമാണ്. കാരണം അത്രയേറെ ഒരു പ്രതിസ്ഥാനത്ത് നിന്നിരുന്നതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള കൊള്ളയും ഇതിൽ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെ ഹൈക്കോടതി പറയുകയാണ്. ഈ ദിവസം ഇരുട്ടുമ്പോൾ ഇതിലാകെ ഒരു വ്യക്തിപരമായ നഷ്ടം സംഭവിച്ചത് അജയ് തറയിലിന് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തെ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഉൾപ്പെടുത്താത്തതിന് കാരണം ഈ ആരോപണമാണ് എന്നുള്ളത് അദ്ദേഹം വിശ്വസിക്കുന്നു. ആ രീതിക്ക് തന്നെ അദ്ദേഹം ഇപ്പോൾ പറയുന്നുമുണ്ട്. ആ രീതിക്ക് നോക്കുമ്പോൾ ഇതിലിപ്പോൾ വ്യക്തിപരമായ നഷ്ടം അദ്ദേഹത്തിന് മാത്രമായിരിക്കും. പിന്നീടും ഇതെന്തുകൊണ്ട് ഇപ്പോൾ ഒരു ചർച്ചയായി ഉയർന്നു വരുന്നില്ല എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം സ്വർണ്ണക്കൊള്ളയായിരുന്നു. അതിനുശേഷം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതിലെ പ്രതിപട്ടികയിലുള്ളവർക്കെല്ലാം തന്നെ ജാമ്യം ലഭിക്കുന്നു. ആ ജാമ്യം ലഭിച്ചതുകൊണ്ട് കുഴപ്പമില്ല, അത് ഈ അന്വേഷണത്തെ ബാധിക്കില്ല എന്നുള്ളത് ഹൈക്കോടതി പറയുന്നു. പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കേസ് അതങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിലിപ്പോഴും ഒരു അന്തിമ ചിത്രം ആയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് നടക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു പക്ഷേ ഇപ്പോഴും അതൊരു പ്രചാരണ ആയുധമായി മാറാത്തത്. ഇപ്പോൾ രാവിലെ ഒരു 11 മണിയോട് കൂടി വന്നിട്ടുള്ള വിധിയാണ്. അതിനുശേഷവും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം അനുകൂലിച്ച് UDF-ന്റെ ഭാഗത്തുനിന്നോ ഇതിനെ എതിർത്തുകൊണ്ട് LDF-ന്റെ ഭാഗത്തുനിന്നോ ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് ഇത് അജയ് തറയിലിന് മാത്രം ഒരു നഷ്ടമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. മറ്റൊന്നുള്ളത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായും ശബരിമല ഈ പുനഃപ്രതിഷ്ഠയുമായും ഒക്കെ ബന്ധപ്പെട്ട് ഇനി ഈ വിഷയങ്ങൾ തന്നെ അജയ് തറയിൽ സീറ്റ് കിട്ടാതെ ഇതുകൊണ്ടാണ് എന്നുള്ളത് അജയ് തറയിലിന് മാത്രം വിശ്വാസമാണോ? അങ്ങനെ അജയ് തറയിലെ പേര് കാര്യമായി ഏതെങ്കിലും മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ കാര്യമായ അവസാന ഘട്ടത്തിലേക്ക് അജയ് തറയിലെ പേര് വന്നിരുന്നു യഥാർത്ഥത്തിൽ? തീർച്ചയായും അദ്ദേഹത്തെ പരിഗണിക്കുമെന്നുള്ളത് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. ആ രീതിക്ക് തന്നെ ആദ്യഘട്ടത്തിലൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസിന്റെ വിധി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു ടെൻഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് തന്നെ ഇതിലേക്ക് ഒന്നും പരിഗണിക്കാതിരുന്നത് എന്നുള്ളത് അജയ് തറയിൽ ഒരു വിശ്വസിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിധി വരികയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഇതാരും ഒരു പ്രധാന വിഷയമാക്കുന്നില്ല. ഈ ഡീൽ വിഷയം നിൽക്കുന്നു, ഒപ്പം തന്നെ വയനാട്ടിലെ ടൗൺഷിപ്പിന്റെ വിഷയങ്ങൾ നിൽക്കുന്നു. ഇതിനൊക്കെ UDF മറുപടി പറയുന്ന ഘട്ടത്തിൽ തന്നെ ഈ ശബരിമല വിഷയം കൂടി ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. പ്രസംഗത്തിൽ വരാം, പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സജീവ ചർച്ചയാകാനുള്ള സാധ്യതയില്ല. GK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.